ശ്രീ ആർ വി ബാബു, ഇപ്പോൾ നോക്കൂ, നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഇപ്പോൾ കോൺഗ്രസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പ്രതിനിധികളൊക്കെ ഉന്നയിക്കുന്ന ചോദ്യം, കോൺഗ്രസ് അല്ലല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്, നരേന്ദ്രമോദിയല്ലേ ഭരിക്കുന്നത്, നരേന്ദ്രമോദി എന്തുകൊണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നരേന്ദ്രമോദിക്ക് എങ്ങനെ ഇതിൽ ഇടപെടാൻ പറ്റും എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല. ഇപ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒന്നും സാധ്യമല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് ജനത ഇന്ത്യക്ക് എതിരല്ല, അവിടെയുള്ളൊരു വിഭാഗമാണ് ഈ കുത്തിത്തിരിപ്പ് മൊത്തം ഉണ്ടാക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുപോലെ ബംഗ്ലാദേശിലൊരു സർജിക്കൽ സ്ട്രൈക്ക് ഒന്നും നടത്താൻ സാധ്യമല്ല. പക്ഷേ എങ്കിലും നയതന്ത്ര തലത്തിൽ ഇപ്പോൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താം, അല്ലേ? ആ രീതിയിൽ ബംഗ്ലാദേശിനെ ഞെരുക്കാം, ബംഗ്ലാദേശിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൊണ്ടുവരാം, ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാം. മാത്രമല്ല മറ്റ് പരിമിതികളും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ട്രംപ് അധികാരം ഏൽക്കുന്നത് വരെയുള്ള ഒരു സാവകാശം അത് നോക്കിയിരിക്കുകയായിരിക്കും ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ട്രംപ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ളൊരു നിലപാട് എടുത്തതാണ്. ബൈഡൻ്റെ നിലപാടല്ല ട്രംപിൻ്റെ നിലപാട്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് വരുന്നത് വരെ ഒരുപക്ഷെ നോക്കിയിരിക്കുന്നതായിരിക്കുമോ? എങ്ങനെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും? അനിൽ നമ്പ്യാർ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധ നേടിയിട്ടുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് വിഷയം. ഇപ്പോ ബംഗ്ലാദേശിലെ ഈ വിഷയത്തെ ഇന്ത്യ എങ്ങനെ സമീപിക്കണം എന്നതിനെ സംബന്ധിച്ച് ഒരു നയപരമായ തീരുമാനം ഏതു നിലയ്ക്ക് എടുക്കുന്നതിന് മുൻപും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും ഇന്ത്യക്ക് അനുകൂലമായ അഭിപ്രായ രൂപീകരണവും അനിവാര്യമാണ്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏതായാലും നയതന്ത്ര വിദഗ്ധന്മാരുടെ തലത്തിൽ ചർച്ച ചെയ്യുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട വിഷയമാണ്. ഇവിടെ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീമാൻ നിയാസ് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് വീണ്ടും അതിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ എല്ലാ ലോകരാജ്യങ്ങളിലെയും ഉള്ള ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് ബാധകമാണ്, അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചും ബാബുവിന് ഈ അഭിപ്രായമുണ്ടോ എന്നതിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ശ്രീമാൻ നിയാസിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു വ്യാജ നരേറ്റീവാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന നിങ്ങളുടെ വ്യാജ നരേറ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ലോകത്ത് മുഴുവൻ ഭാരതത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ ഞാനൊരു ഒറ്റ ഉദാഹരണം കൊണ്ട് നിയാസിന്റെ ഈ വാദഗതിയെ പൊളിക്കാം. നിയാസിനോട് ഞാൻ ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ബംഗ്ലാദേശിലെ 22% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് 8% അല്ലെങ്കിൽ അതിലേക്ക് 8% താഴെയിലേക്ക് താഴ്ന്നു പോയത്? പാകിസ്ഥാനിലും ഇതേപോലെ ഹിന്ദു ജനസംഖ്യ 3%-ഓ 2%-ഓ ആയിട്ട് കുറഞ്ഞതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? എന്നാൽ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മുസ്ലിം ജനസംഖ്യ 8% ഇന്ന് 2011 സെൻസസ് അനുസരിച്ച് 13%-വും 2024 ഇപ്പൊ സെൻസസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് നിശ്ചയമായിട്ടും അത് 15-നും 16-നും മുകളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിലവിലെ ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനും പ്രയാസമില്ല. അപ്പോ എങ്ങനെയാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള വാദഗതിയെ അത് നിരാകരിക്കുന്നത് എന്നുള്ളത് വളരെ ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. എന്ന് മാത്രമല്ല, ജനസംഖ്യയുടെ വിഷയത്തിൽ മാത്രമല്ല, ആരാധനാലയങ്ങളുടെ എണ്ണത്തിൽ ഒക്കെ ഈ ഒരു വർധനവ്, ക്രമാതീതമായ വർധനവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഭരണഘടനയിൽ തന്നെ ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത അവകാശങ്ങൾ ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് ഒക്കെ നൽകിക്കൊണ്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം, വഖഫ് നിയമം വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തനിക്ക് മോഹം തോന്നുന്ന, താൻ സ്വപ്നം കാണുന്ന, താൻ ആഗ്രഹിക്കുന്ന ഏത് ഭൂമിയുടെ മേലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കി കൊടുത്ത് അത്തരത്തിൽ ഉള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് പാവങ്ങളുടെ ഭൂമിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കാൻ കഴിയുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹത്തിനാണ്. ലോകത്ത് ഒരു ന്യൂനപക്ഷ സമൂഹത്തിനും അത് സാധ്യമല്ല. അപ്പൊ അങ്ങനെയുള്ള സർവാധികാരം, പരമാധികാരം പലയിടങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു വാദം
ന്യൂനപക്ഷ സമൂഹത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വർഗീയ ധ്രുവീകരണത്തിലൂടെ കോൺഗ്രസിന്റെ കൂടെ ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷത്തെ കൂടെ നിർത്താൻ വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ നരേറ്റീവാണ്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ലേ ഞങ്ങൾക്ക് ഭരണമില്ലല്ലോ, ഞങ്ങളല്ലല്ലോ ഇടപെടേണ്ടത്, ഞങ്ങളല്ലല്ലോ കാര്യങ്ങൾ പറയേണ്ടത്. നിങ്ങൾക്ക് ഭരണം ഉണ്ടായത് കൊണ്ടാണോ നിങ്ങൾ പാലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടത്തിയത്? നിങ്ങൾക്ക് ഭരണമില്ലല്ലോ, നിങ്ങൾ പക്ഷേ പാലസ്തീൻ അനുകൂല ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നാട് മുഴുവൻ സംഘടിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സമ്മേളനം നടത്താൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ രംഗത്ത് വരുന്നില്ല? ഞാൻ ചോദിച്ചല്ലോ, 5 ദിവസമായല്ലോ പാർലമെന്റ് സഭാ നടപടികൾ സ്തംഭിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രക്ഷോഭം നയിക്കുന്നു. ഒരു ദിവസമെങ്കിലും എഴുന്നേറ്റ് നിന്ന് ബംഗ്ലാദേശിലെ വിഷയം ഉന്നയിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടായില്ല? നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല? അപ്പോ നിങ്ങൾക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ അത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം നിങ്ങൾക്ക് ന്യൂനപക്ഷമല്ല. നിങ്ങൾക്ക് ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നവര് മാത്രമാണ് ന്യൂനപക്ഷം. നിങ്ങൾ മോബ് ലിഞ്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ പശുവിനെ കൊന്ന് ഇറച്ചി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജനങ്ങളെ കൊന്നൊടുക്കുന്നു, ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം എത്രയോ വട്ടം നമ്മൾ ചർച്ച ചെയ്തതാണ്. മോബ് ലിഞ്ചിങ് എന്നൊക്കെ പറയുമ്പോൾ എന്തിന്റെ പേരിലാണ് മോബ് ലിഞ്ചിങ് ഉണ്ടായത്? പശുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. മുഗളന്മാരുടെ കാലഘട്ടം മുതൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതാണ് പശുവുമായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ടാണ് അത് ഹിന്ദുക്കൾക്ക് പശുവുമായിട്ടുള്ള ആ ബന്ധം എത്ര കണ്ട് വൈകാരികമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ഹിന്ദുക്കളുടെ അന്നത്തെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് കോൺഗ്രസ് അല്ലേ 10-20ഓളം സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം നടപ്പാക്കിയത്. 10-20ഓളം സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനം നടപ്പാക്കിയത് കോൺഗ്രസ് അല്ലേ? എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന് ഉന്നയിക്കുന്ന, കേരളത്തിൽ ഉന്നയിക്കുന്ന ഭക്ഷണ സ്വാതന്ത്ര്യം എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ നിഷേധിച്ചത്? അന്നത് ശരിയായിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോ അന്ന് ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. പക്ഷെ ഇന്ന് കുറെ കൂടി സംഘടിത ശക്തിയായിട്ട് ന്യൂനപക്ഷങ്ങൾ മാറിയപ്പോൾ ഹിന്ദുക്കളെ നിങ്ങൾ തഴയുന്നു, ഹിന്ദു അവകാശങ്ങൾക്ക് നേരെ നിങ്ങൾ മുഖം തിരിക്കുന്നു, ന്യൂനപക്ഷ വർഗീയതയ്ക്ക് മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പശുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു നേതാവ് കണ്ണൂരില് പച്ചയ്ക്ക് ഒരു പശുക്കിടാവിനെ കഴുത്തറത്ത് കൊന്നത്. നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ്. നിങ്ങൾക്ക് യാതൊരു മടിയില്ല. പണ്ട് നിങ്ങളത് ചെയ്യുമായിരുന്നില്ല, ഇന്നത് നിങ്ങൾ ചെയ്യും. കാരണം പണ്ട് പശുവും കിടാവുമായിരുന്നു നിങ്ങളുടെ ചിഹ്നം. പശുവും കിടാവുമായിരുന്നു നിങ്ങളുടെ ചിഹ്നം. അത് നിങ്ങൾ മാറ്റിയത് എന്തിനാ? ആരെ പ്രീണിപ്പിക്കാനാണ്? അപ്പോ ആ പ്രീണന നയം അത് കോൺഗ്രസ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനം. ഇവിടുത്തെ പ്രശ്നം ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞു വ്യാജ നരേറ്റീവുകൾ ഉണ്ടാക്കുന്നു എന്ന്. നിങ്ങൾ ഈ മോബ് ലിഞ്ചിങ്ങിന്റെ ഒക്കെ കഥ പറയുമ്പോൾ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഭാരതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാവാം, ഞാനില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചില സംഭവങ്ങളെ നിങ്ങൾ എത്ര തെറ്റായിട്ടാണ് വ്യാഖ്യാനിച്ചത്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് തർക്കത്തെ ചൊല്ലിയുണ്ടായ കൊലപാതകത്തെ നിങ്ങൾ ഇതേ രീതിയിൽ ഗോമാംസവുമായി ഗോവധവുമായി ബന്ധപ്പെടുത്തി തെറ്റായ കള്ള പ്രചരണം നടത്തിയില്ലേ? ജുനൈദിന്റെ മതം അങ്ങനെയല്ലേ? കോടതി അത് പറഞ്ഞില്ലേ? കോടതി അതിൽ അത്തരത്തിലുള്ള വിധി കൊണ്ടുവന്നില്ലേ? ഗൗരി ലങ്കേഷിന്റെ വധത്തെക്കുറിച്ച് നിങ്ങൾ തെറ്റായ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയില്ലേ? ആ ഗൗരി ലങ്കേഷിന്റെ വധം ഇപ്പോ തെളിഞ്ഞു നിൽക്കുന്നത് എവിടെയാണ്? ഗൗരി ലങ്കേഷിന്റെ കൊലപാതക കേസിൽ ഇപ്പോ വിചാരണയിൽ തെളിയുന്നത് അത് അവരുടെ കുടുംബവഴക്കുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ വ്യാജ നരേറ്റീവുകൾ ഉണ്ടാക്കി ഭൂരിപക്ഷ സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന സമീപനം നിങ്ങൾക്കൊണ്ട്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വം എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല? അതുകൊണ്ട് ഇപ്പോ നരേന്ദ്രമോദി ചെയ്യണം. ഞാൻ ചോദിക്കുന്നു, നിയാസെ, ബംഗ്ലാദേശിലെ ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ഒരു പട്ടാള നടപടിയോ സ്വീകരിച്ചാൽ കോൺഗ്രസിന്റെ സമീപനം എന്താ? കോൺഗ്രസ് പരസ്യമായി ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ? ഇപ്പൊ അഹമ്മദ് മാഷ് പറഞ്ഞു ബംഗ്ലാദേശിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ആവശ്യമാണെന്ന്. ശരി, ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്ക്, സോണിയാഗാന്ധിക്ക് പരസ്യമായി ബംഗ്ലാദേശിൽ ഒരു പട്ടാള നടപടി സ്വീകരിക്കണം എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ് നിയാസിനെ. നിയാസ് ഇവിടെ നിന്ന് ഒരാവശ്യം ഉന്നയിച്ചാൽ പോരാ. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാനിൽ നടത്തിയപ്പോൾ അതിന് തെളിവ് ചോദിച്ചവരാണ്. ഇന്ത്യൻ പട്ടാളത്തിന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തവരാണ് നിങ്ങൾ. ഇന്ത്യൻ പട്ടാളത്തിന്റെ ആത്മാർത്ഥതയെയും അവരുടെ സമർപ്പണ ഭാവത്തെയും ചോദ്യം ചെയ്തവരാണ് നിങ്ങൾ.
അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായാൽ ആ സമീപനത്തെ പോലും നിങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങളുടെ നിലപാട് ഇപ്പോ രാഷ്ട്രവിരുദ്ധമായ നിലപാടാണ്. നിങ്ങൾ എല്ലാ കാലത്തും ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നിങ്ങളുടെ നിലപാട് അങ്ങനെയാണ്. ഇപ്പോ എങ്ങനെയാണ് ഈ ബംഗ്ലാദേശ് യുദ്ധത്തില് അന്ന് വാജ്പേയി ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി എടുത്ത നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ ദുർഗ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുകയുണ്ടായി. അത് ഒരു രാഷ്ട്രത്തില് ആ രാഷ്ട്രത്തിന്റെ ഭരണകൂടത്തോട് അവിടുത്തെ പ്രതിപക്ഷം സ്വീകരിക്കേണ്ട ക്രിയാത്മകമായ നിലപാടാണ്. നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ എല്ലാത്തിനും തെളിവുകൾ ചോദിച്ച് എല്ലാത്തിനും ഭാരതത്തെ അപകീർത്തിപ്പെടുത്തുന്ന, ലോകത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുത്തുന്ന നിലപാടുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് തീർത്തും ഹിന്ദു വിരുദ്ധമായ നിലപാടാണ്, ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടാണ്. ആ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നത് ഈ അക്രമികളുടെ മതം നോക്കിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ നിയാസെ, എന്തേ നിങ്ങൾ സംബാൽ ചർച്ച ചെയ്യാത്തതോടെ? പാർലമെന്റിലെ സംബാൽ ഉന്നയിച്ചില്ലല്ലോ കോൺഗ്രസ്. എന്തേ സംബാൽ ഉന്നയിക്കാത്ത? കാരണം സംബലില് കൊല്ലപ്പെട്ട 5 മുസ്ലിങ്ങൾ, കൊല്ലപ്പെട്ടതും കൊന്നതും ഒരേ മതവിഭാഗത്തിൽപ്പെട്ടവരാ. മുസ്ലിങ്ങൾ തന്നെയാ കൊന്നത്. നിങ്ങൾക്കറിയോ അത്? സംബാലിലെ പോലീസിന്റെ വെടിവെപ്പല്ല നടന്നത്, നാടൻ തോക്കിലെ വെടിവെച്ചിട്ടാണ് സംബാലിൽ കൊല്ലപ്പെട്ടത്. പോലീസ് വെടിവെക്കുന്ന ഒരു ചിത്രവും പുറത്തു വന്നിട്ടില്ല. പോലീസ് വെടിവെക്കുന്ന ഒരു വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നാടൻ തോക്കുകളിലെ വെടിയേറ്റാണ് സംബാലിൽ. ആരാണ് അവിടെ പരസ്പരം വെടിവെച്ചത്? പഠാൻ വിഭാഗത്തിലെ മുസ്ലിങ്ങളും തുർക്കി വിഭാഗത്തിലെ മുസ്ലിങ്ങളും. 2 വിഭാഗങ്ങൾ തമ്മിലാണ് അവിടെ സംബാലിലെ സംഘർഷം ഉണ്ടായത്. അപ്പോ സംബാലിനെ കുറിച്ച് നിങ്ങൾക്ക് മിണ്ടാട്ടമില്ല. നിങ്ങൾ പോവില്ല സംബാലില്. നിങ്ങൾക്ക് സംബാലിനെ കുറിച്ച് മിണ്ടാൻ നിങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കില്ല സംബാൽ വിഷയം. എന്തേ 5 പേര് മരിച്ചിട്ട് പാർലമെന്റിൽ ഉന്നയിക്കാത്ത? അപ്പോ ഇതൊക്കെ വളരെ വ്യക്തമാണ്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ പ്രചരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, പാലക്കാട്, കരുനാഗപ്പള്ളിയില്, നിങ്ങള് മഹാരാഷ്ട്രയില് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം, ആ വർഗീയ ധ്രുവീകരണത്തിന് കോൺഗ്രസിന് ചരിത്രത്തില് വലിയ വില നൽകേണ്ടി വരും, യാതൊരു സംശയമില്ല. അത് വരും കാലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അന്താരാഷ്ട്ര സമൂഹം, എനിക്ക് ഈ കാര്യത്തിൽ അനിൽ നമ്പ്യാർ വളരെ വ്യക്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ട്. എനിക്ക് ഈ യുണൈറ്റഡ് നേഷൻസിനെ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോ ഒരു നിഷ്പക്ഷ സംവിധാനം അല്ലാതായിട്ട് എത്രയോ കാലങ്ങളായി. അതിന് നമ്മൾ ധരിക്കുന്നത് അമേരിക്കയുടെ യൂറോപ്പിന്റെ ഒക്കെ കസ്റ്റഡിയിലാണെന്നാണ്. അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ നയിക്കുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് സെലക്റ്റീവ് ആയിട്ടാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ പ്രതികരണം പലപ്പോഴും നമ്മൾ കാണാറ്. യുണൈറ്റഡ് നേഷൻസിന്റെ പല ഏജൻസികളുടെയും കണ്ടെത്തലുകൾ നമുക്ക് അത്ഭുതം ഉണ്ടാക്കും. അവർ പറയും ഇന്ത്യ അഫ്ഗാനിസ്ഥാനേക്കാൾ പിന്നിലാണ്. അവർ പറയും ഇന്ത്യ ബംഗ്ലാദേശിനേക്കാളും ശ്രീലങ്കയ്ക്കാൾ. അവിടെ ശ്രീലങ്കയിൽ പട്ടിണി കാരണം കൊണ്ട് എന്താ പറയാ, അവിടുത്തെ പ്രസിഡന്റിന്റെ കൊട്ടാരം വരെ കൈയടക്കിയ ആൾക്കാർ. പക്ഷെ അവർ പറയും വികസന സൂചികയിൽ, വിശപ്പ് സൂചികയിൽ ഇന്ത്യ ഈ പറയുന്ന രാജ്യം, ഇങ്ങനെയുള്ള കുറെ തെറ്റായ സൂചകങ്ങൾ പുറത്തുവിട്ട് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാ ഇതൊക്കെ ചെയ്യുന്നത്? അതുകൊണ്ടാണ് അവര്, ഞാൻ ഇതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, ഇവര് ഈ യുണൈറ്റഡ് നേഷൻസ് പലപ്പോഴും പ്രമേയം പാസ്സാക്കും. ആർക്ക് വേണ്ടിയിട്ടാ? പാലസ്തീന് വേണ്ടി പ്രമേയം പാസ്സാക്കും. ഇസ്രായേലില് ഈ 1500ഓളം പേരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ, ഒക്ടോബർ 7-ാം തീയതി സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്തപ്പോൾ എവിടെയായിരുന്നു യുണൈറ്റഡ് നേഷൻസ്? അവരുടെ ഒരു പ്രമേയം നമ്മൾ കണ്ടില്ലല്ലോ. അപ്പൊ ഇതൊന്നും ഞാൻ പറയുന്നത്, യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള ഈ രാജ്യങ്ങൾ, അവരെയൊക്കെ ഇപ്പൊ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത് ഈ ഇസ്ലാമിക ശക്തികളാണ്. അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു സംവിധാനമായിട്ട് മാത്രം അധപ്പതിച്ചു യുണൈറ്റഡ് നേഷൻസ്. അതുകൊണ്ടാണ് ഈ ഇത്തരം പ്രതികരണങ്ങൾ പോരാ. ബംഗ്ലാദേശിലെ വിഷയത്തിൽ എന്താ യുണൈറ്റഡ് നേഷൻസ് 2 പ്രസ്താവന നടത്തിയോ? എന്ത് നടത്തി? അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിനെയും മറികടന്നുകൊണ്ട് ഇന്ത്യ ലോക രാജ്യങ്ങളുടെ പിന്തുണ ആർജിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ബംഗ്ലാദേശിൽ ശ്രീ അഹമ്മദ് സാദ് പറഞ്ഞ പോലെ ഒരു പട്ടാള നടപടിക്ക് നരേന്ദ്രമോദി തയ്യാറാവണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൽ യാതൊരു സംശയമില്ല. ഈ ഉദകക്രിയ ചെയ്ത കൈകൊണ്ട് തന്നെ ശേഷക്രിയ ചെയ്യാൻ ഇന്ത്യക്ക് അറിയാമെന്ന് ബംഗ്ലാദേശിനെ പഠിപ്പിക്കേണ്ടി വരും. ഉണ്ടാക്കിയത് ഇന്ത്യയാണെങ്കിൽ അത് ഇല്ലാതാക്കാനും ഇന്ത്യക്ക് കഴിയും എന്നുള്ള പാഠം പഠിപ്പിക്കാൻ
ഇന്ത്യ തയ്യാറാവണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അനിൽ നമ്പ്യാർ. ഓക്കെ.